നമസ്കാരം. കൂൾസൈറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് കോവിഡ് ടെസ്റ്റ് വീട്ടിലിരുന്ന് എങ്ങനെ ചെയ്യാം എന്നതിനെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. ഇപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് ടെസ്റ്റ് സെന്ററുകളിൽ പോകാൻ പറ്റുന്നില്ല. കാരണം TPR റേറ്റ് ഒക്കെ 50% ആയ സ്ഥിതിക്ക് രണ്ടിലൊരാൾക്ക് കോവിഡ് ഉണ്ട്. നമ്മൾ അവിടെ പോകുന്നത് നമുക്ക് തന്നെ റിസ്ക് ആണ്. ഔദ്യോഗിക ആവശ്യങ്ങൾക്കൊന്നും ആവശ്യമില്ല, നമുക്ക് ലക്ഷണങ്ങളുണ്ട്, എന്നാൽ കോവിഡ് ആണോ എന്ന് സംശയം. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് തീർച്ചയായും മെഡിക്കൽ സ്റ്റോറിൽ നിന്നും ഒരു കിറ്റ് ആരെയും കൊണ്ടെങ്കിലും വാങ്ങിപ്പിച്ച് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അങ്ങനെ ഞാനിവിടെ ഒരു ടെസ്റ്റ് കിറ്റ് വാങ്ങിയതാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇത് മൈലാബിന്റെ കോവിസെൽഫ് എന്നുള്ള കിറ്റാണ്. ഇതിന് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഡേറ്റ് ഒന്ന് നോക്കുക. പിന്നെ ഇതിന്റെ വില എന്ന് പറയുന്നത് 250 രൂപയാണ്. 250 രൂപ കൊടുത്ത് ഞാൻ വാങ്ങിയ ഈ കിറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. നമ്മളിത് ഔദ്യോഗികമായിട്ട് ഉപയോഗിക്കുന്നതിനായിട്ട് നമുക്ക് ഇതിന്റെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. കോവിസെൽഫ് എന്നുള്ള ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം എല്ലാ ആപ്പുകളും ഉള്ളതുപോലെ നമുക്കൊരു രജിസ്ട്രേഷൻ പ്രോസസ് ഉണ്ട്. ഇതിൽ ആധാർ നമ്പറും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ എല്ലാ ഡീറ്റെയിലും കറക്റ്റ് ആയിട്ട് ഇതിലേക്ക് എൻ്റർ ചെയ്യുക. മെയിനായിട്ട് ഇതിൽ പെർമിഷൻസ് കൊടുക്കേണ്ടത്, കാരണം നമുക്ക് ഇതിൽ ഫോട്ടോയും മറ്റേ സ്കാനും ഒക്കെ വരുന്നതുകൊണ്ട് പെർമിഷൻസ് തീർച്ചയായും കൊടുത്തിരിക്കണം. എല്ലാം രജിസ്ട്രേഷൻ നമ്മൾ ലോഗിൻ ചെയ്യുക. എന്നിട്ട് ന്യൂ ടെസ്റ്റ് എന്ന് പറയുന്ന ടാബിൽ പ്രസ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് സെൽഫ് ടെസ്റ്റ് ആണോ അതോ വേറെ ആർക്കെങ്കിലും വേണ്ടിയാണോ എന്ന് ചോദിക്കും. നമ്മൾ സെൽഫ് ടെസ്റ്റ് എന്ന് കൊടുക്കുക. ഈ കിറ്റിനുള്ളിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം. ഇത് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത് കാണിക്കുന്ന ഒരു പാംപ്ലെറ്റ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു സൊല്യൂഷൻ, അതായത് ഉപയോഗിക്കുന്ന സൊല്യൂഷനുള്ള ചെറിയൊരു ട്യൂബ് പോലെ സാധനമുണ്ട്. പിന്നെ ടെസ്റ്റ് ചെയ്യുന്ന കാട്രിഡ്ജും ഉണ്ട്. അപ്പൊ ഈ 3 ഐറ്റമാണ് ഇതിനകത്ത്. ഇത് എടുക്കാനുള്ളൊരു സ്വാബും ഇതിന്റെ കൂടെ തന്നെ ഉണ്ട്. ഇതിനുശേഷം നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട പ്രൊസീജിയർ ഇത് വളരെ കൃത്യമായി തന്നെ ഈ ആപ്പിലും പറയുന്നുണ്ട്. നമുക്ക് ഒന്നുകിൽ അതിന്റെ കൂടെ വരുന്ന ലീഫ്ലെറ്റിൽ നോക്കി നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെട്ട് നോക്കുക, വായിച്ചൊക്കെ നോക്കിയ ശേഷം പിന്നെ മതി നമ്മൾ ആപ്പിലേക്ക് പോകുന്നത്. ആപ്പിലും ഈ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ചില ഡീറ്റെയിൽസ് ഒക്കെ ഇതിനകത്ത് ചോദിക്കുന്നു. നമുക്ക് സിംറ്റം ഉണ്ടോ ഇല്ലയോ എന്ന് ഉള്ള കാര്യങ്ങൾ, അതുപോലെ നമ്മൾ എന്നാണ് വാക്സിൻ എടുത്തത്, വാക്സിന്റെ ഏത് വാക്സിനാണ് തുടങ്ങിയ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം ചെയ്ത ശേഷം നമ്മൾ സ്കാൻ ചെയ്യണം. അതിനകത്ത് തന്നിരിക്കുന്ന കാട്രിഡ്ജിൽ ഒരു QR കോഡ് ഉണ്ട്. ആ കോഡ് നമ്മൾ ഇതിലേക്ക് സ്കാൻ ചെയ്ത് കയറ്റണം. സ്കാൻ ചെയ്ത് കയറ്റുമ്പോൾ വീണ്ടും ഡീറ്റെയിൽസ് വരുന്നതായിരിക്കും അതിലേക്ക്. ഇതേപോലെ തന്നെ നമ്മൾ ഇനി ഒരിക്കൽ കൂടി ഇത് സ്കാൻ ചെയ്യേണ്ടതുണ്ട്. കാരണം ഇത് റിസൾട്ട് കിട്ടിക്കഴിയുമ്പോഴും നമ്മൾ ഈ കാട്രിഡ്ജ് തന്നെ വീണ്ടും സ്കാൻ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പെർമിഷൻസ് എല്ലാം കൊടുക്കണമെന്ന് പറയുന്നത്. പെർമിഷൻസ് ഇല്ലെങ്കിൽ ചിലപ്പോൾ ആ സ്കാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ട് ആകും. പിന്നെ ഇത് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യണമെന്നുള്ളത് ക്ലിയർ ആയിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. നമ്മൾ ടെസ്റ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ കൈയൊക്കെ ഒന്ന് സാനിറ്റൈസ് ചെയ്യണം. അതിനുശേഷം ഈ ചെറിയ ടെസ്റ്റ് ട്യൂബ് പൊല്ലിക്കുന്ന സാധനം നമ്മൾ 5-6 തവണയെങ്കിലും ടേബിളിൽ ഒന്ന് നല്ലപോലെ അടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മുട്ടിക്കുക, ടാപ്പ് ചെയ്യുക. അത് കാരണം അതിനുള്ള സൊല്യൂഷൻ ഒന്ന് ലൂസ് ആകാനും അത് മിക്സ് ആകാനും വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഇതിൽ കാണുന്ന പോലെ നമ്മൾ സ്വാബ് മൂക്കിലേക്ക് കയറ്റുക. മൂക്കിൽ കയറ്റി 1-2 തവണ തിരിച്ച ശേഷം എടുക്കുക. എന്നിട്ട് ഈ ലിക്വിഡ് തുറന്ന് അതിനുള്ളിലേക്ക് കടത്തിയിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് ലൈവായിട്ട് ടെസ്റ്റ് ചെയ്തൊന്ന് നോക്കാം. ഇപ്പോൾ ഇതാണ് ഇതിനകത്തുള്ള 3 കമ്പോണന്റ്. മെയിനായിട്ട് സ്വാബ് ഉണ്ട്, പിന്നെ ആ ഒരു ടെസ്റ്റ് ട്യൂബ് പോലെയുള്ള ലിക്വിഡ് ഉള്ള സാധനമുണ്ട്, പിന്നെ ലീഫ്ലെറ്റ് ഉണ്ട്, പിന്നെ കാട്രിഡ്ജും ഉണ്ട്. ഇപ്പൊ സ്വാബ് ഞാൻ തുറന്നിട്ടുണ്ട്. സ്വാബ് നമ്മളെല്ലാം പലപ്പോഴും ടെസ്റ്റ് ചെയ്യാൻ പോയിട്ടുള്ളതാണ്. നമുക്കറിയാം, മൂക്കിലേക്ക് കടത്തുക, 5-6 തവണ തിരിക്കുക. അതിനുശേഷം ഇതിന്റെ ഈ അടപ്പ് തുറന്ന ശേഷം അതിനുള്ളിലുള്ള ലിക്വിഡിലേക്ക് നമ്മൾ നല്ലപോലെ സ്വാബ് അമർത്തിയ ശേഷം ഒരു 10 തവണയെങ്കിലും അതിനെ തിരിക്കുകയും മിക്സ് ചെയ്യുകയൊക്കെ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ സ്വാബിന്റെ ഒടിക്കാവുന്ന ഒരു ഭാഗം കൊണ്ട് അവിടെ വെച്ച് ഒടിച്ചു കളയുക. അപ്പോൾ ഈ അടപ്പിൽ നമുക്ക് കാണാൻ ഒരു ഹോൾ ഉള്ളത്. ഈ അടപ്പ് വെച്ച് നമ്മൾ ഇതിൽ അടച്ച ശേഷം ഇത് തിരിച്ചു പിടിക്കണം. ഇത് തിരിച്ചു പിടിക്കുമ്പോൾ നമുക്ക് അതിൽ കൂടെ ലിക്വിഡ്, അതിനുള്ള ലിക്വിഡ് പുറത്തേക്ക് വരാനുള്ള ഒരു ഹോൾ ഉണ്ട്. അത് വളരെ ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ തിരിച്ചു പിടിച്ച് ഈ കാട്രിഡ്ജിലേക്ക് ഒഴിക്കുക. ഈ കാട്രിഡ്ജിലേക്ക് ഒഴിച്ചു കഴിയുമ്പോൾ ഇത് മൂവ് ചെയ്യുന്നതാണ്. നമ്മൾ ഒഴിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ആപ്പിൽ ഈ ടൈമർ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക.
കാരണം നമ്മുടെ ലിക്വിഡ് മുന്നോട്ട് പോകുന്നത് ടി എന്നും സി എന്നുമുള്ളത്. ടി എന്നുള്ള ടെസ്റ്റ് എന്നുള്ളതാണ്, സി എന്ന് പറയുന്നത് കൺട്രോൾ എന്നുള്ളതാണ്. ടിയിലാണ് നമ്മുടെ റിസൾട്ട് വരും. നമ്മൾ പോസിറ്റീവ് ആണെങ്കിൽ ടിയിൽ ഒരു വര വരും, നെഗറ്റീവ് ആണെങ്കിൽ അത് സി വരെ പോയി അവിടെ ആയിരിക്കും വര വരിക. ഇതിപ്പോ ടൈമർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 15 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പൊ 15 മിനിറ്റ് ആയി കഴിഞ്ഞു. എന്നിട്ട് നമ്മുടെ ടെസ്റ്റ് റിസൾട്ട് നമ്മുടെ ഈ കാർട്രിഡ്ജ് ഇതിന് ക്യാമറയ്ക്ക് നേരെ വെക്കുക. അപ്പോൾ അത് സ്വയം സ്കാൻ ചെയ്ത് എടുക്കുന്നതായിരിക്കും. സ്കാൻ ചെയ്ത് എടുക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. നല്ലപോലെ പല പൊസിഷനിലും പിടിച്ചിട്ട് വേണം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ. ഒരു സമയത്ത് അത് റീഡ് ആവും. അപ്പൊ അതിലെ QR കോഡും റീഡ് ആവുന്നുണ്ട്. റീഡ് ആയി കഴിയുമ്പോൾ നമ്മുടെ റിസൾട്ട് എന്താണെന്നുള്ളത് അതിൽ കാണിക്കും. ഇപ്പൊ എന്റെ ഇതില് ടി എന്നുള്ളിടത്ത് തന്നെയാണ് വര വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഈ എടുത്ത ആൾ പോസിറ്റീവ് ആണ്, നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. പക്ഷെ അത് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് വരുന്നതായിരിക്കും. വീണ്ടും നമ്മൾ ഒരിക്കൽ കൂടി നമ്മുടെ QR കോഡ് സ്കാൻ ചെയ്യേണ്ടി വരും. അത് ആവശ്യപ്പെടും. അപ്പോൾ സ്കാൻ ചെയ്യുക. ഇനിയിപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞു. റിസൾട്ട് ആന്റിജൻ പോസിറ്റീവ് എന്ന് കാണിക്കുന്നുണ്ട്. ഈ ചുമന്ന വട്ടത്തിനുള്ളിൽ ആന്റിജൻ പോസിറ്റീവ് എന്ന് കാണിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾ ഡീറ്റെയിൽ റിപ്പോർട്ട് വേണമെങ്കിൽ താഴെ വ്യൂ ഡീറ്റെയിൽ റിപ്പോർട്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു റിപ്പോർട്ട് കിട്ടുന്നതായിരിക്കും. അതിന്റെ നിങ്ങളുടെ ഡീറ്റെയിൽ എല്ലാം ആദ്യം മുകളിൽ കാണുന്ന ഭാഗത്തുണ്ടായിരിക്കും. ഞാനത് മാസ്ക് ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെങ്കിൽ വേറെ ടെസ്റ്റ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല, നിങ്ങൾ പോസിറ്റീവ് തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് ഇതിൽ പറയുന്നത്. ഇനി അല്ല, ഞാൻ വേറെ നെഗറ്റീവിന്റെ ഒന്നുകൂടി ഒരു റിസൾട്ട് കൂടി കാണിക്കാം. ഇതിൽ കാണിച്ചിരിക്കുകയാണ്. ഇതിൽ സി എന്ന് പറയുന്നിടത്താണ് ഈ ചുമന്ന വര വന്നിരിക്കുന്നത്. അതായത് നെഗറ്റീവ് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇത് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ ഈ ടെസ്റ്റ് റിസൾട്ട് ഈസ് നെഗറ്റീവ് എന്ന് വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഈ ആപ്പിലേക്ക് കയറി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ സാധാരണ പ്രഗ്നൻസി ടെസ്റ്റ് ഒക്കെ കിറ്റ് ഉപയോഗിച്ച് ചെയ്യുന്ന പോലെ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ടിയിലാണ് നിങ്ങളുടെ വര കിട്ടുന്നതെങ്കിൽ നിങ്ങൾ പോസിറ്റീവ് ആണ്, ടി അല്ല സിയിലാണ് വരെയെങ്കിൽ അത് നെഗറ്റീവ് ആണ്. ഏതായാലും ഇത് വളരെ ചെലവ് വന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ്. ഇതിന് വേണ്ടുന്ന സമയം 15 മിനിറ്റ്. അത് ആ 15 മിനിറ്റ് എന്ന് പറയുന്നത് വെയിറ്റിംഗ് ടൈം മാത്രമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക.